സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായിരുന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് ഖുർആനിൽ, അല്ലയോ ഹബീബേ, തങ്ങൾ യതീമായിരുന്നു, ആ യതീമായ നബി തങ്ങളെ പരിചരിച്ചതാരാണ്? യതീമൻ ഫആവാ. യതീമായ നബി തങ്ങൾക്ക് പരിചരണം നൽകിയത് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഖുർആൻ പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ളാല്ലൻ ഫഹദാ, തങ്ങൾ വഴിയിൽ വീണ ഒരു മുത്തിനെ പോലെയായിരുന്നു. കാരണം ജനിക്കുന്ന സമയത്തിന് മുമ്പേ വാപ്പ വഫാത്തായി പോയി. 6 വയസ്സായപ്പോൾ ഉമ്മയും വഫാത്തായി പോയി. പിന്നെ വഴിയിൽ വീണ ഒരു മുത്തിനെ പോലെയാണ്. എന്നാൽ അതിനെ മാർഗദർശനം നൽകി സംരക്ഷിച്ചതാരാണ്? അല്ലാഹു തആല പറയുന്നു, റബ്ബ് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിചരണമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റബ്ബിന്റെ നേരിട്ടുള്ള സംരക്ഷണം ജനനം മുതൽ അഥവാ അവിടുന്ന് വഫാത്ത് വരെ പ്രത്യേകമായ സംരക്ഷണം ലഭിച്ച നേതാവാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് അന്നത്തെ വലിയ മാർക്കറ്റിൽ നിന്നൊരു അനൗൺസ്മെന്റ്, ആ ഉലിദ ഫീകും മൗലൂദ്, ഇവിടെ എവിടെങ്കിലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? ഇതാരാ രേഖപ്പെടുത്തിയത്? മുജാഹിദിന്റെ നേതാവായ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീറിന്റെ അവിടുത്തെ അസ്സീറത്തുൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ കാണാം. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് ചോദിച്ചു, അവിടുന്ന് മാർക്കറ്റിൽ നിന്നൊരു വിളി, ഔലിദ ഫീകും മൗലൂദ്, എവിടെങ്കിലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ? അപ്പോ ഒരാൾ പറഞ്ഞു, അതെ, അബ്ദുൽ മുത്തലിമിന്റെ മകൻ അബ്ദുല്ലാഹിയുടെ ഭാര്യ ആമിന ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. ഈ പാതിരി നേരെ വന്നു ജനിച്ചു വീണ കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് ചുമലിലേക്ക് നോക്കുമ്പോൾ അതാ നബുവ്വത്തിന്റെ അടയാളം വേദപരിചയമുള്ള പാതിരി മനസ്സിലാക്കി. അയാള് ബോധരഹിതനായി വീഴുന്നു. ബോധം തെളിഞ്ഞപ്പോ അവിടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ കുഞ്ഞിനെ കണ്ട മാത്രയിൽ തന്നെ ചുമല് പരിശോധിച്ചു നോക്കിയത്? എന്നിട്ട് എന്തിനാണ് പ്രിയപ്പെട്ട ഈ കുഞ്ഞിനെ നിങ്ങൾ കണ്ടപ്പോഴേക്ക് ബോധം കെട്ട് വീണുപോയത്? അയാള് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഖദ് നസലത്തിൻ നബുവ്വത്തു മിൻ ബനീ ഇസ്രായീൽ, പ്രവാചകത്വം അതാ അവത് മാറിയിരിക്കുന്നു. ഇസ്രയേലിൽ നിന്ന് പ്രവാചകത്വം അറബ് ജനതയിലേക്ക് വന്നിരിക്കുന്നു. ഇത് വാഗ്ദത്ത പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പാർക്കുന്ന സമയത്ത് പാതിരിമാര് തിരിച്ചറിഞ്ഞു, ഇത് വാഗ്ദത്ത നബിയാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ കൊല്ലാൻ ശ്രമിച്ച സംഭവങ്ങൾ സീറയുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതുമാത്രമല്ലല്ലോ, അലം നശ്റഹ് ലക സദ്റക, നബിയേ, അവിടുത്തെ നെഞ്ചു കീറിയിട്ട് വൃത്തിയാക്കിയില്ലേ? അവിടുന്ന് ഓപ്പറേഷൻ നടത്തിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് ഓപ്പറേഷൻ നടത്തിയത് ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന ബാല്യകാലത്താണ്. സാധാരണ പയ്യനാണോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഒരിക്കലും അല്ല. 100 കണക്കിന് തെളിവുകൾ ബാല്യകാലത്ത് നിന്ന് തന്നെ തരാം. അവിടെ ഒരു കല്യാണം നടക്കുന്നു. കല്യാണം നടക്കുമ്പോഴോ ആട്ടവും പാട്ടവും ഒക്കെ നടക്കുന്നു. ജാഹിലിയ കാലഘട്ടമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ ആ സദസ്സിൽ എത്തിപ്പോയി. അവിടുത്തെ കൂത്തുകൾ തുടങ്ങുമ്പോഴേക്ക് തന്നെ അസാധാരണമായൊരു ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നു. എന്നിട്ട് നബി തങ്ങൾ അതൊന്നും കേട്ടില്ല. രാവിലത്തെ സൂര്യന്റെ ചൂട് തട്ടിയിട്ടാണ് കുട്ടിപ്രായത്തിൽ നബി തങ്ങൾ ഉണർന്നത്. അവിടുത്തെ ഒരു അനാചാരവും ഞാൻ കേട്ടിട്ടില്ല എന്ന ഹദീസ് ഇന്ന് സലഫികൾ ആദരിക്കുന്ന പണ്ഡിതനായ അബ്ദുൽ മജീദ് അസീസ് സന്ദാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
അങ്ങനെ ബാല്യകാലത്തെ സംഭവങ്ങൾ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പ്രസംഗം നീണ്ടുപോകും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്നു. അപ്പോൾ ഒരാളുടെ ഒഫീഷ്യൽ പദവിയെ അയാൾക്കില്ലെന്ന് പറയൽ അയാളെ ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമാണ്. നബി തങ്ങൾ സാധാരണ വ്യക്തിയല്ല. ഖുർആൻ പറയട്ടെ, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ കേവലം ഒരു പുരുഷന്റെ പിതാവല്ല, മറിച്ചോ സാധാരണ രീതിയിൽ വായിക്കപ്പെടേണ്ട നേതാവല്ല. വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതമൻ നബിയ്യീൻ, കേവലം റസൂലുമല്ല, ഖാതമുൻ നബിയ്യീനാണ്. ഇനിയൊരു നബിയും വരാനില്ലാത്ത വിധം ലോകവ്യാപകമായ ദഅവത്തിന്റെയും ദേശവ്യാപകമായ ദഅവത്തിന്റെയും കാലവ്യാപകമായ ദഅവത്തിന്റെയും നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി.